US ആക്രമണം ഇറാനിൽ വീണ്ടും സംഭവിച്ചതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയ ബന്ദർ അബ്ബാസ് മേഖലയിൽ തന്നെയാണ് വീണ്ടും ആക്രമണമെന്നാണ് മനസ്സിലാക്കേണ്ടത്. US സൈന്യത്തിന് ഭീഷണിയായതിനാൽ സ്വയരക്ഷ മുൻനിർത്തിയാണ് ആക്രമണമെന്നും മറ്റുമാണ് അമേരിക്കയുടെ വിശദീകരണം. ഡ്രോൺ ആക്രമണങ്ങൾ ഇറാൻ തിരിച്ച് ആക്രമിച്ചു എന്ന് പറയുന്നു. ഇത് US ചെറുത്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിലുള്ള സൂചനകളും പറയുന്നുണ്ട്. മറ്റൊന്ന് മാർക്കോ റൂബിയോയുടെ ഒരു പ്രതികരണമാണ്. ചർച്ചകൾ പൊളിഞ്ഞാൽ ട്രംപിന് മുന്നിൽ മറ്റു വഴികളുണ്ട് എന്നും ഇറാനെ കൂടുതൽ ശക്തമായി ആക്രമിക്കാനുള്ള പ്ലാൻ ഉണ്ട് എന്നുമുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഒപ്പം തങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഡീൽ പൂർണ്ണമായും അംഗീകരിക്കണമെന്ന മുന്നറിയിപ്പ് കൂടി ട്രംപ് മുന്നോട്ട് വെക്കുന്ന പശ്ചാത്തലമുണ്ട്. ആ ആക്രമണം ഇപ്പോൾ പരിധി വിട്ടു എന്നുള്ള നിഗമനത്തിന്റെ പുറത്താണ് ഇറാൻ വീണ്ടും കുവൈറ്റ് മേഖലകളിലേക്ക്, ഇനി ഗൾഫിലെ മറ്റു മേഖലകളിലേക്ക്, UAE-യിലേക്ക് അടക്കം ആക്രമണം ഉണ്ടാകുമോ എന്നത് കാത്തിരുന്നു കാണണം. അജയ്, വീണ്ടും അമേരിക്ക പ്രകോപിപ്പിക്കുകയാണ്. ആക്രമണം ഇടയ്ക്ക് നിർത്തിവെച്ചിരുന്നുവെങ്കിലും ഈ പ്രത്യക്ഷ പുരോഗതി ഈ ചർച്ചകളിൽ കാണാത്ത പശ്ചാത്തലത്തിലാണ് അമേരിക്കയുടെ ഇത്തരം നിലപാട് എന്നതുകൂടി മനസ്സിലാക്കണം. തീർച്ചയായിട്ടും ഇറാനെ നിരന്തരം പ്രകോപിപ്പിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് അമേരിക്ക ഇവിടെ സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് കാണാനാകും. ഇറാനിലെ ചില മാധ്യമങ്ങൾ അവർ അടക്കം പുറത്തുവിട്ടിരുന്നത് ചിലപ്പോൾ ഈ ചർച്ചയിൽ പുരോഗതി ഉണ്ടായേക്കാം എന്നത് സംബന്ധിച്ച് അവർ പല വിവരങ്ങളും പുറത്തുവിട്ടിരുന്നു. നമുക്കിത് വിശദമായി ചർച്ച ചെയ്യാം. എന്നാലും ഇത്തരത്തിൽ ഇറാൻ ഒരു സൗഹൃദത്തിന്റെ കൈ നീട്ടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഹോർമുസ് കടലെടുക്ക് തുറക്കും എന്നുള്ള നിലപാടടക്കം അവർ എടുക്കുന്ന ഒരു രീതിയുണ്ടായിരുന്നു. എന്നാൽ അമേരിക്ക ഇപ്പോൾ ഇറാൻ കൂടുതൽ ഒരു കാര്യങ്ങൾ മയപ്പെടുത്തുമ്പോൾ അമേരിക്ക വിഷയം കൂടുതൽ കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അമേരിക്കയാണെങ്കിലും ഇപ്പോൾ ഇറാനിലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം അവർ ഉപേക്ഷിക്കാൻ തയ്യാറായാലും ഇറാനുമേൽ ചുമത്തിയിട്ടുള്ള ഉപരോധങ്ങൾ പിൻവലിക്കാൻ തയ്യാറല്ല എന്ന് ട്രംപ് പറയുന്നു. അതുപോലെ തന്നെ അന്താരാഷ്ട്ര തരത്തിലുള്ള സാമ്പത്തിക ഉപരോധങ്ങളും എടുത്തു കളയില്ല എന്നുള്ള ഭീഷണി മുഴക്കുന്നു. അതുപോലെ ഈ കരാർ അമേരിക്കയ്ക്ക് സ്വീകാര്യമായിട്ടുള്ള ഒരു കരാറിലേക്ക് എത്രയും വേഗം എത്തിച്ചേർന്നില്ലെങ്കിൽ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തും എന്നുള്ള ഭീഷണി. അതുപോലെ അത് ഇറാനിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല.